You've been talking about patience, hoping for everlasting. You're known for talking. Hey guys, welcome back to NKL EDITS. So guys, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു വിൻറ്റേജ് CC Alightmotion എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി CC നമുക്ക് Alightmotionൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്തു. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോവുക, ഒരു ഫയൽ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മീഡിയ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സീതാരാമത്ത് ഈ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ ഞാനത് ജസ്റ്റ് ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ദെൻ 3 ഡോട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ദെൻ എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ ഗ്രേഡിയൻ്റ് ഓവർലേ കൊടുക്കുക. ഓക്കെ, ഗ്രേഡിയൻ്റ് ഓവർലേ നമ്മൾ ഒറ്റ ചേഞ്ച് മാത്രമേ ചെയ്യേണ്ടൂ. ഇവിടെ താഴെയായിട്ട് ബ്ലെൻഡിങ് മോഡ് നോർമലുള്ളത് മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക, ഇവിടെ എക്സ്പോഷർ ആൻഡ് ഗാമ ഉണ്ടാവും, അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ എക്സ്പോഷറിൻ്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. എക്സ്പോഷറിൻ്റെ വാല്യൂ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 0.80 ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ബാക്ക് വരിക. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സ് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക. ദെൻ നമ്മളിവിടെ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ് ആഡ് ചെയ്യുന്നത്, അത് ആഡ് ചെയ്യുക. ദെൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ സാച്ചുറേഷൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു -34 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, -34 ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ വൈബ്രൻസ് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, സാച്ചുറേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക, ബ്ലറിൽ വരിക, ഷാർപ്പൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഷാർപ്പൻ സെലക്ട് ചെയ്ത ശേഷം ഷാർപ്പന് ഇവിടെ 2 വാല്യൂ കൊടുക്കാണ്ട്, ഷാർപ്പൻ ആൻഡ് റേഡിയസ്. ഇതിൽ ഷാർപ്പൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് 0.10 ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യാം. ദെൻ റേഡിയസ് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക, 10ലേക്ക് സെറ്റ് ചെയ്യാം. ദെൻ ബാക്ക് വരിക. ദെൻ അഗെയിൻ നമ്മൾ ഒരു എഫക്റ്റ് കൂടി ഇതിൽ ആഡ് ചെയ്യണം, ആഡ് എഫക്റ്റ്. ദെൻ നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ വരിക, ഇവിടെ നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിൽ ബ്രൈറ്റ്നസ് നമ്മൾ -7ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ്. ദെൻ കോൺട്രാസ്റ്റ് വന്ന് +7ലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ എഫക്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ദെൻ എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത്, കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ എഫക്റ്റാണ്. ഇതിൽ ബ്രൈറ്റ്നസ് ഒന്ന് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു +19 സെറ്റ് ചെയ്യുക, +19 സെറ്റ് ചെയ്യുക. ദെൻ കോൺട്രാസ്റ്റ് വന്നൊരു +6 സെറ്റ് ചെയ്യുക. ഓക്കെ, +6ലേക്ക് കൊണ്ടുവരിക. ദെൻ നമ്മൾ ബാക്ക് വരിക, അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. ഇനി നമ്മൾ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ്, അത് ആഡ് ചെയ്യാം. ദെൻ സാച്ചുറേഷൻ്റെ വാല്യൂ ഇതിൽ നമ്മൾ മൈനസ് തന്നെയാണ്, -19ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് -90 സെറ്റ് ചെയ്യുക. ദെൻ വൈബ്രൻസിൻ്റെ വാല്യൂ കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കുക, 1.28. ഓക്കെ, 1.28ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, ബ്ലറിൽ വരിക. ഇവിടെ നമുക്ക് ലെൻസ് ബ്ലർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ലെൻസ് ബ്ലറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ലെൻസ് ബ്ലറിൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ദെൻ ലെൻസ് ബ്ലറിൽ വന്ന് നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത്താണ് ചേഞ്ച് ചെയ്യേണ്ടത്. സ്ട്രെങ്ത് ഇപ്പോൾ 0.150 എന്നുണ്ടാവും, അത് നമ്മൾ 0.015ലേക്ക് സെറ്റ് ചെയ്യാം. ചെറിയൊരു ലെൻസ് ബ്ലർ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ നമ്മൾ ബാക്ക് വരിക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സ്, ബ്ലർ. ഇതിൽ നമ്മൾ അടുത്തത് സ്പിൻ ബ്ലറാണ് കൊടുക്കുന്നത്, സ്പിൻ ബ്ലർ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്പിൻ ബ്ലർ വേണ്ടത് ആ ഒരു ആംഗിളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക, നിങ്ങൾക്കത് കുറക്കാൻ കൂട്ടാം. ഓക്കെ, അത് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങളെ ക്ലിപ്പിനനുസരിച്ച് ഇങ്ങനെ എടുക്കുന്ന റേഷ്യോക്ക് അനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 ആണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 1.5ൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക, ബ്ലറിൽ ഷാർപ്പനും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഷാർപ്പനും കൂടെ ആഡ് ചെയ്യുക. ഷാർപ്പൻ്റെ വാല്യൂ വന്ന് 0.36ലേക്ക് സെറ്റ് ചെയ്യുക. 0.36ലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക.
0.36. ദെൻ റേഡിയസ് വന്ന് 1.5 കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, 1.5. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ലെയറാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിൽ സ്പിൻ ബ്ലറിൻ്റെ ആംഗിൾ വന്ന് നിങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു ആംഗിൾ വന്ന്. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് എല്ലാ എഫക്ട്സും ആഡ് ആക്കി. ദെൻ നമ്മൾ അടുത്ത റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് വന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ദെൻ എഫക്ട്സിൽ ആഡ് എഫക്ട്സ്. ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ദെൻ എഫക്ട്സ് കളർ ആൻഡ് ലൈറ്റിൽ ഗ്രേഡിയൻ്റ് ഓവർലേ കൊടുക്കുക. ഗ്രേഡിയൻ്റ് ഓവർലേ. ദെൻ ഫസ്റ്റത്തെ കളർ നമ്മൾ വന്ന് ഈ ഒരു കളർ, ബ്ലാക്ക് അല്ല, ഈ ഒരു കളർ കൊടുക്കുക. ഓക്കെ, ദെൻ എല്ലാവരും എടുത്ത് വന്ന് രണ്ടാമത്തെ കളർ ഒന്ന് ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ നോർമൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ദെൻ അതിൽ കുറച്ചും കൂടെ എഫക്ട്സ് ആഡ് ചെയ്യാണ്ട്. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക. ദെൻ നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എക്സ്പോഷർ വാല്യൂ നമ്മൾ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 0.79 ആ ഒരു റേഞ്ചിലൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഗാമയുടെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു 0.925 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മൂന്നാമത്തെ ലെയറിൽ ചെയ്യുന്നത്. ദെൻ നമ്മൾ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ കളർ ആൻഡ് ഫില്ലിൽ വരിക. ഇവിടെ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ ഉണ്ടാവും, അത് സെറ്റ് ചെയ്യുക. ഇവിടെ ബ്ലാക്ക് ഉള്ള സ്ഥലത്ത് വൈറ്റ് ആക്കി കൊടുക്കുക, വൈറ്റ് ഉള്ള സ്ഥലത്ത് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫോർത്ത് ലെയർ വന്ന് ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ലൈറ്റ് ആൻഡ് ലീനിയർ ഡോഡ്ജ് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ലീനിയർ ഡോഡ്ജിൻ്റെ ഒപ്പാസിറ്റി വന്ന് നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു 70 സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ഞാൻ ലാസ്റ്റ് ഈ ഒരു എഫക്ട്സ് കംപ്ലീറ്റ് ആയിട്ടാകുമ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു റെക്റ്റാങ്കിളോട് ആഡ് ചെയ്യുക. ഓക്കെ, ഒരു റെക്റ്റാങ്കിളോട് ആഡ് ചെയ്ത ശേഷം നമ്മൾ എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ ഫ്ലിക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫ്ലിക്കർ ആഡ് ചെയ്യുക. സ്ട്രെങ്ത്ത് വന്ന് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ സീഡും വന്ന് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ ഫ്രീക്വൻസി വന്ന് നമ്മൾ 10 സെറ്റ് ചെയ്ത് കൊടുക്കുക, ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, എല്ലാം ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ കളർ വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഇതേപോലെ റെക്റ്റാങ്കിളിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്ന് അതിൻ്റെ ഒപ്പാസിറ്റി വന്ന് ഒരു 20 അല്ലെങ്കിൽ 30 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻറ്റേജ് CC ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ക്ലിപ്പ് വരുന്നത്. ഇത് വന്ന് ആ ഒരു CC അപ്ലൈ ചെയ്ത ശേഷമുള്ള ഒരു ഇമേജ്, ആ ഒരു ആഫ്റ്റർ, അതായത് ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ഓക്കെ, ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടാകുക. അതായത് ചില ക്ലിപ്പിലിപ്പം ഓൾറെഡി എക്സ്പോഷറൊക്കെ അധികമായിരിക്കും നമ്മൾ ചില ക്ലിപ്പൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം എക്സ്പോഷർ കൊടുക്കുക. അതേപോലെ സാച്ചുറേഷൻ, വൈബ്രൻസ്, അതായത് നിങ്ങൾ ആദ്യം ഒരു CC ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ബോറായി തോന്നുന്നുണ്ടെങ്കിൽ ഓരോ സംഭവം, അതായത് അതിനുള്ള ആഡ് ചെയ്ത ഓരോ എഫക്ട്സ് വന്ന് കുറച്ചായിട്ട് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു CC നിങ്ങൾ വീഡിയോസിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ഒരു പഴയ വിൻറ്റേജ് CC ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.